കോഴിക്കോട് ബീച്ച് ആസ്വദിക്കാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്ന രാത്രി തന്നെയാണല്ലേ. എന്തൊരു രസമാ ആ നേരത്ത് നമ്മുടെ ബീച്ചിലൊക്കെ പോയി. രാത്രി ആയാലും ആർക്കും വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. കളിയും ചിരിയും ആഘോഷവുമായിട്ട് ഈ ബീച്ചിന്റെ ചുറ്റുവട്ടത്തിനെ കാണും. എന്തോരം ആൾക്കാരെ ഇത്ര നേരമായിട്ടും അവിടെയൊക്കെ തന്നെ ഉള്ളത്. ഞാൻ കുറേ നേരം എൻ്റെ നിഴലിനെ തന്നെ നോക്കി. പകൽ സമയത്തേക്കാൾ വ്യത്യസ്തമായൊരു അനുഭവമാണ് രാത്രിയിലെ ബീച്ച് സമ്മാനിക്കുന്നത്. തിരമാലകൾ തീരത്തെ തഴുകുന്ന ശബ്ദവും കടലിൽ നിന്ന് വീശിയെത്തുന്ന തണുത്ത കാറ്റും മനസ്സിന് വല്ലാത്തൊരാശ്വാസം നൽകുന്നു. ബീച്ചിലാകെ ആളുകളുടെ തിരക്കുണ്ടായിരുന്നെങ്കിലും ഓരോരുത്തരും അവരുടെ നിമിഷങ്ങൾ ആസ്വദിക്കുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയായിരുന്നു. ലൈറ്റുകളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിന്ന ബീച്ചും ദൂരെയായി കാണുന്ന കടലും രാത്രിയെ കൂടുതൽ മനോഹരമാക്കി. കുറച്ചു നേരം അവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയും ഫോട്ടോകളും വീഡിയോകളും എടുക്കുകയും ചെയ്തു. കടലിനെ നോക്കി കുറച്ചു നേരം നിൽക്കുമ്പോൾ സമയം പോലും പതുക്കെയാവുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും തിരികെ വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. കോഴിക്കോട് ബീച്ച് കാഴ്ചകൾക്ക് മാത്രമല്ല രുചികരമായ ഭക്ഷണങ്ങൾക്കും പ്രശസ്തമാണ്. ബീച്ചിന്റെ തണുത്ത കാറ്റും കടലിന്റെ മനോഹരമായ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അനുഭവം വേറിട്ടത് തന്നെയാണ്. വൈകുന്നേരവും രാത്രിയിലും ബീച്ച് പരിസരം ഭക്ഷണപ്രേമികളുടെ ഒരു സ്വർഗമായി മാറുന്നു. വിവിധ തരം സ്നാക്സുകളും സീ ഫുഡ് വിഭവങ്ങളും മുതൽ ചായയും ജ്യൂസും വരെ ഇവിടെ ലഭ്യമാണ്. ഓരോ സ്റ്റാളിനും സ്വന്തമായ രുചിയും പ്രത്യേകതയും ഉണ്ടെന്നാണ് മറ്റൊരു ആകർഷണം. ബീച്ചിൽ വന്നാൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഐസർത്തി എന്ന് പറയുന്നത്. എരിവും മധുരവും ഉണ്ടെങ്കിലും ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടേ വാങ്ങാറുള്ളൂ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ സാധനം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. യാത്രകളും കാഴ്ചകളും രുചികരമായ ഭക്ഷണവും സന്തോഷ നിമിഷങ്ങളും ചേർന്ന മനോഹരമായ ഒരു ദിവസം. അങ്ങനെ കോഴിക്കോട് ബീച്ചിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളും പോന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.